നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നമ്മളൊരു ലാപ്ടോപ്പിൻ്റെ ബാറ്ററി നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ലാപ്ടോപ്പിൻ്റെ ബാറ്ററി നമുക്ക് ഇതേപോലെ ബാറ്ററി കംപ്ലീറ്റ് ഊരിയിട്ട് ഈ ഡിവൈസ് കംപ്ലീറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വളരെ ഈസിയാണ്. കേട്ടോ, ഇങ്ങനെ നമുക്ക് ബാറ്ററി മാറ്റിയിടാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ബാറ്ററി മാറ്റിയിടുന്നതിന് നമുക്ക് 2000 രൂപയൊക്കെ ചിലവ് വരും. പക്ഷേ അതിന് പകരമായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തെ ഉള്ളിലുള്ള സെല്ലുകൾ മാത്രം 4 സെല്ലാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് ഡെല്ലിൻ്റെ ഒരു ബാറ്ററിയാണ്. ഈ ഡെല്ലിൻ്റെ ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയാണ്. ഈ ബാറ്ററിക്ക് ഏകദേശം മാർക്കറ്റിൽ 2000 രൂപയോളം വില വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള സെല്ലുകൾ 3.7 വോൾട്ടിൻ്റെ 4 ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഈ ബാറ്ററി മാത്രം മാറ്റിയിട്ടിട്ട് ഇത് എങ്ങനെ ശരിയാക്കി എടുക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഈ 2 ലോക്ക് ഉണ്ടല്ലോ, ഈ 2 ലോക്ക് ഇത് 2 സൈഡിലേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ അയച്ചെടുത്താൽ നമുക്ക് ബാറ്ററി ഊരിയെടുക്കാൻ പറ്റും. ബാറ്ററി അയച്ചെടുക്കുമ്പോൾ ഇതേപോലെയാണ് നമുക്ക് കാണുന്നത്. ഇത് സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ബലമുള്ള സാധനം അടിച്ചിട്ട് പതുക്കെ നമ്മൾ ഈ ഒരു ഗ്യാപ്പിലൂടെ, ഇതിൻ്റെ ഗ്യാപ്പ് നിങ്ങൾക്ക് നോക്കിയാലോ, ഒരു ലോക്കാണിത്. ഈ ഗ്യാപ്പിലൂടെ നമ്മൾ പതുക്കെ ഇത് അകത്തിയെടുക്കണം. ചിലത് പശ ഇട്ടിട്ടുണ്ടാവും, അതുകൊണ്ട് ഊരാൻ കുറച്ച് റിസ്ക്കാണ്. ഇതാണ്ടോ, ഇതിൻ്റെ ഇപ്പോൾ 2 പൊളിയായിട്ട് കിട്ടിയിട്ട് നമുക്ക് ഇതൊരു പൊളിയും ഇതൊരു പൊളിയും 4 ബാറ്റ്, 1 2 3 4 ബാറ്റാണുള്ളത്. ഇതിൽ 4 ബാറ്റിലും കണക്ഷൻ അതേപോലെ ഇതിൻ്റെ ഒരു ചാർജിങ് കൺട്രോൾ ബോർഡ് കാണാം. അതുണ്ടോ, ഈ ചാർജിങ് കൺട്രോൾ ചെയ്യുന്ന ബോർഡും ഇതിലാണ് ഇതിൻ്റെ ഈ ടിപ്പ് കാണുന്നത്. നമുക്ക് ബാറ്ററി ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ ഒരു ടിപ്പ്. അപ്പോൾ ഈ ഒരു ബോർഡ് നമുക്ക് മാറ്റാൻ പറ്റില്ല. നമുക്ക് ഈ ഒരു ബാറ്ററി മാത്രമാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ, ബാറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണെങ്കിൽ. അല്ലാതെ ഈ ബോർഡിൽ IC-യിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചേഞ്ച് ചെയ്യേണ്ടി വരും, ബാറ്ററിൻ്റെ കംപ്ലയിൻറ്റ്. ഇതിപ്പോൾ ബാറ്ററിയിൽ വയർ വിട്ടിട്ടൊന്നുമില്ല, ബാറ്ററി ചാർജ് നിൽക്കുന്നില്ല, ബാറ്ററി ഡെഡാണ്. 3.7 വോൾട്ടിൻ്റെ 4 ബാറ്ററിയാണുള്ളത്. ഇതേപോലെ തന്നെ നമുക്കിത് കണക്ഷൻ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ സെപ്പറേറ്റ് വോൾട്ടേജുകളാണ്. അതായത് ഈ 2 ഭാഗത്ത് നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് വോൾട്ടേജ് കിട്ടും, 14.8 കിട്ടും. പിന്നെ ഇത് മൈനസ്, ഇത് കഴിഞ്ഞ് ഇത് കണ്ടോ, ഇവിടെ 3.7 വോൾട്ട് കിട്ടും ഈ ഗ്രീൻ വയർ കൊടുത്ത്. പിന്നെ ഈ യെല്ലോ വയർ, ഇവിടെ ഒരു യെല്ലോ കളർ വയർ കൊടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ 3.7 3.7 ഇത് പ്ലസ് ചെയ്യുന്ന വോൾട്ടാണ് ഇവിടെ കിട്ടുന്നത്. അതേപോലെ തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് വൈറ്റ് കളറാണ്. വൈറ്റ് കളർ വരുന്നത് 3.7ൻ്റെ 3 ബാറ്ററിയിൽ നിന്ന് വരുന്ന പവർ. അതായത് ഇത് അയച്ച് മാറ്റിയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ കണക്ഷൻ കൊടുക്കാം. ഇതെൻ്റെ കയ്യിലുള്ളത് ഈ 2 ബാറ്ററിയാണ്. ഇത് 3.7 ആണ്. 3.7 ബാറ്ററി 3800 mAh 3.7ൻ്റെ 2 ബാറ്ററി ഉണ്ട്. ഇത് വേറൊരു കമ്പനീൻ്റെ ബാറ്ററിയാണ്. രണ്ടും 2 കമ്പനിയാണ്, പക്ഷേ 4 ബാറ്ററിയും സെയിം 3.7 ആണ്. ഇതാണോ, 3.7 വോൾട്ടാണ്. ഇതും അതേപോലെ തന്നെ 3.7 വോൾട്ടാണ്. നിങ്ങൾക്ക് കാണാം, 3.7 വോൾട്ടാണ്. അപ്പോൾ ഈ ബാറ്ററിക്ക് പകരം നമ്മൾ ഈ 4 ബാറ്ററി ഫിറ്റ് ചെയ്യുന്നതായിരിക്കും. സെയിം വലിപ്പമാണ് കേട്ടോ, സെയിം വലിപ്പമാണ്. ഇത് ബാറ്ററി നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ബാറ്ററി സോൾഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാറ്ററിൻ്റെ ഈ 2 സൈഡിലും സോൾഡർ ചെയ്യുന്ന സമയത്ത് സോൾഡറിങ് പിടിക്കുമ്പോൾ ബാറ്ററി അധികം ചൂടാകാതെ പെട്ടെന്ന് സോൾഡറിങ് ചെയ്യണം. ഇത് കമ്പനിയൊക്കെ ചെയ്യുന്നത് ഇതേപോലെ ആയിരിക്കും, ഇതേപോലെ വെൽഡ് ചെയ്യുന്ന പോലെ ഒരു സ്പോട്ട് ചെയ്തിട്ട് പിടിപ്പിക്കുന്നതാണ്. പക്ഷേ നമുക്ക് സോൾഡർ ചെയ്താലേ നടക്കുകയുള്ളൂ. അപ്പോൾ സോൾഡർ ചെയ്യുന്നതിന് വളരെ
ഫാസ്റ്റായിട്ട് സോൾഡർ ചെയ്യണം. നമ്മൾ നല്ല സ്മൂത്താക്കിയതിന് ശേഷം ജസ്റ്റ് പേസ്റ്റ് വെച്ചതിന് ശേഷം ലെഡ് പെട്ടെന്ന് നല്ല ചൂടായ സോൾഡറിങ്ങാണ് പെട്ടെന്ന് വെച്ചിട്ട് നമ്മൾ അധിക നേരം ഇതിൽ സോൾഡറിങ് അയൺ വെച്ച് നിൽക്കാൻ പാടില്ല. അങ്ങനെ അധികം നേരം വെച്ച് നിൽക്കുകയാണെങ്കിൽ ബാറ്ററിയുടെ സെല്ല് കംപ്ലൈൻ്റ് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് പെട്ടെന്ന് സോൾഡർ ചെയ്ത് എടുക്കണം. ഇപ്പോൾ നമ്മൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ 4 ബാറ്റ് നമ്മൾ സോൾഡറിങ് ലെഡ് പിടിപ്പിച്ച് വെക്കണം. അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് അയച്ചു നോക്കാം. ഈ ഒരു ഭാഗം ക്ലിപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് തന്നെ ഇതിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും. ഈ ബാറ്റ് ഓവർ ഹീറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓവർ ഹീറ്റ് കട്ട് ഓഫാണിത്. കണ്ടോ ഈ ഒരു സെൻസർ. ഈ സെൻസർ ഇതേപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ബാറ്ററിയിൽ സെൻറ്ററത്തെ ബാറ്ററിയിൽ ഒട്ടിച്ച് വെക്കണം. നമ്മൾ ബാറ്ററി കംപ്ലീറ്റ് ഫ്രീ ആക്കിയിട്ടുണ്ടോ? ബാറ്റൊന്നും പറ്റില്ല. ഇപ്പോൾ ഈ ബോർഡിൽ നമ്മൾ ഇതേപോലെ ഫിറ്റ് ചെയ്യാൻ പോകാൻ ഇതുണ്ടോ? ഈ ബോർഡിൽ കാണുന്നത് കണ്ടോ? ഈ വയർ മൈനസും ഈ വയർ പ്ലസും. ഇതാണ് 14.8 വോൾട്ട്. ഈ 2 വയറിൽ 14.8 വോൾട്ട്. അതിനിടയ്ക്ക് ഇവിടെ ഒരു വെയിറ്റ് വരുമ്പോൾ 3.7, അതായത് ഈ പച്ച വയറിൽ പ്ലസ് 3.7 കിട്ടും. പിന്നെ 2 വെയിറ്റ് വരുന്ന സമയത്ത് ഇത് ഇവിടെ ആകുമ്പോൾ 7.4 7.4 വോൾട്ടാണ് ഇതിൽ കിട്ടുക, ഈ യെല്ലോ കളറിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് വരുമ്പോൾ ഈ വൈറ്റ് കളറിൽ കിട്ടുന്നത് 11.1, അതായത് 11.1. പിന്നെ അടുത്തൊരു ബാറ്റിംഗ് കൂടി വരുമ്പോൾ ഇതിൽ ലാസ്റ്റിൽ വരുന്നത് 14.8. അങ്ങനെ കംപ്ലീറ്റ് 14.8 ആണ്. കണ്ടോ ഇത് ബോർഡിൽ എഴുതിയിരിക്കുന്ന കാണാം 14.8 വോൾട്ട്. കണ്ടോ 14.8 വോൾട്ട്. ഓക്കെ, ഇനി ഇത് സോൾഡർ ചെയ്തുകൊണ്ട് നമുക്ക് പിടിപ്പിക്കണം. ഇതുണ്ടോ ഇതിൻ്റെ ഈ സ്റ്റീലുണ്ടോ, ഈ സാധനം കറക്റ്റ് ഇതിമക്ക് കണക്റ്റാക്കി കിട്ടില്ല. കാരണം ഇത് നമുക്ക് മെഷീൻ വെച്ചിട്ടാണ് പഞ്ച് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് സോൾഡറിങ്ങാണ് ഉപയോഗിച്ചിട്ട് ഇത് സോൾഡർ ചെയ്യുമ്പോൾ കട്ടി കൂടിപ്പോവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു കേസിൻ്റെ ഉള്ളിൽ ഇത് കംപ്ലീറ്റ് ഫില്ലായി കിടക്കില്ല. അപ്പോൾ അത് കറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലത്തെ സാധാ നമ്മളൊരു 2.5-ൻ്റെ 1 mm ഒക്കെ വയർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കോപ്പർ ഇതേപോലെ കട്ട് ചെയ്തിട്ടിട്ട് അതുകൊണ്ട് വേണം ഇത് കണക്ട് ചെയ്യാൻ. ഈ 2 ടെർമിനലിൽ കണക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആകുമ്പോൾ അധികം തിക്നെസ് ഉണ്ടാവില്ല. ഇത് ഈ ഒരു ഗ്യാപ്പ് തന്നെ നമുക്ക് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ,
ഇതാണ് വൈറ്റ് വയർ. ഇതാണ് സെൻസർ ഉണ്ടോ. ഈ സെൻസർ നമ്മൾ പതുക്കെ ഈ ബാറ്റിൽ എവിടെയെങ്കിലും ഏതൊരു ഭാഗത്ത് ടാപ്പ് ചെയ്ത് വെക്കണം. ഇത് നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ പോവാന്ന്. വോൾട്ടേജ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ നമുക്ക് 14.8 വോൾട്ടാണ് കിട്ടേണ്ടത്. കണ്ടോ, ഇത് നെഗറ്റീവ് ടെർമിനൽ, ഇത് പോസിറ്റീവ് ടെർമിനൽ. ഇപ്പോൾ കാണുന്നുണ്ടോ 13.8, അതായത് 14 വോൾട്ട്, ഏകദേശം 14 വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ബാറ്ററിയിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇതിൽ ഈ ഒരു പച്ച വയറിൽ നമുക്ക് കിട്ടേണ്ടത് 3.7 വോൾട്ടാണ്, അത് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 7 സംതിങ് ആണ്, അതും കിട്ടുന്നുണ്ട്. 7.50 വോൾട്ട് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മൂന്നാമത്തെ ബാറ്ററിയിൽ കിട്ടേണ്ടത് 10 അതായത് 11 വോൾട്ടാണ് കിട്ടേണ്ടത്. 10.88 ഏകദേശം കറക്റ്റാണ്. അത് കഴിഞ്ഞ് കംപ്ലീറ്റിൽ ഇത് മുഴുവനാകുമ്പോൾ 14.8 വോൾട്ട് കംപ്ലീറ്റ് കിട്ടുന്നുണ്ട്. ഇനി ഇത് ഇതേപോലെ ഈ അടപ്പ് വെച്ചിട്ട് നമുക്ക് പതുക്കെ ഒന്ന് പാക്കപ്പ് ചെയ്താൽ മതി. കണ്ടോ, ഇത് കറക്റ്റ്. ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാറ്റ്, ഈ രണ്ട് റെഡ് കളർ ബാറ്റിക്ക് ഈ ഭാഗം കുറച്ച് മറ്റേ ബാറ്റിനേക്കാളും കുറച്ചും കൂടി കനം കൂടുതലുണ്ട്, നീളം കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്ര ടൈറ്റായി കിടക്കുന്നത്. അല്ലെങ്കിൽ കറക്റ്റ് ആയിരിക്കും. കാരണം ഈ ബാറ്റിൻ്റെ അതേപോലെ തന്നെ ഉണ്ടോ, ഇതിൻ്റെ ഈ അകത്തെ ടെർമിനൽ, ഇപ്പോൾ പോസിറ്റീവ് ടെർമിനൽ കുറച്ച് ഉള്ളിലേക്ക് തള്ളിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അങ്ങനെയല്ല, ഇത് പുറത്തേക്കാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതേപോലത്തെ സെയിം ബാറ്റ് കിട്ടുകയാണെങ്കിൽ വളരെ ഈസി ആയി കാരം. നമ്മൾ ഈ സെൻസർ ഇതിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഹീറ്റിംഗ് സെൻസർ ഇതിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇനി ഇതേപോലെ ഈ ബോർഡ് ഇവിടെ വെച്ചിട്ട് കറക്റ്റ് അങ്ങ് അടച്ചാൽ പരിപാടി തീർന്നു. അപ്പോൾ നമ്മൾ 3.7ൻ്റെ 4 ബാറ്ററി ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഈ 2 പാളികളും അടച്ച് കേസ് ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് നമ്മളിത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ലാപ്ടോപ്പിലേക്ക് ഇട്ടാൽ മതി. ലാപ്ടോപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ലാപ്ടോപ്പ് ഓൺ ആകും. നമ്മൾ ബാറ്ററി മാറ്റിയിട്ടുണ്ട്, ബാറ്ററി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചേഞ്ച് ചെയ്തിട്ട് നമ്മളിത് ലാപ്ടോപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാറ്ററിയുടെ അകത്ത് നമ്മൾ കണ്ട കൺട്രോൾ ബോർഡില്ലേ, കൺട്രോൾ ബോർഡിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടായിട്ടാണോ ബാറ്ററി ചാർജ് ആകാത്തത് എന്നുള്ളത് നോക്കണം. അങ്ങനെയാണെങ്കിൽ കൺട്രോൾ ബോർഡിൽ എന്തെങ്കിലും IC എന്തെങ്കിലും പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ചാർജിങ് കൺട്രോൾ ബോർഡ് മാറ്റേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ബാറ്ററിയാണ് പോയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ കാണിച്ച പോലെ ബാറ്ററി ഇട്ടിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. കുറഞ്ഞ പൈസക്ക് തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക.